തൃശൂർ റെയിൽവേ സ്റ്റേഷനിലെ ബൈക്ക് പാർക്കിംഗ് ലോട്ടിലെ വൻ അഗ്നിബാധയിലുണ്ടായത് ഗുരുതര സുരക്ഷാ വീഴ്ച. മതിയായ ഫയൽ സുരക്ഷ ഒരുക്കാൻ കരാർ കമ്പനിക്കായില്ലെന്നും ഫയർഫോഴ്സിനെ വിളിച്ചറിയിക്കാൻ വൈകിയെന്നും വിലയിരുത്തൽ. സംഭവത്തിൽ ഡിആർഎമ്മിന്റെ നേതൃത്വത്തിൽ അന്വേഷണം വേണമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. സംഭവത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചു. തീപിടുത്തത്തിൽ 500ഓളം ബൈക്കുകളാണ് കത്തിനശിച്ചത്. രാവിലെ 6:30 മണിയോടെയാണ് തൃശൂർ റെയിൽവേ സ്റ്റേഷന്റെ രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിന് സമീപമുള്ള പാർക്കിംഗിൽ വൻ അഗ്നിബാധയുണ്ടായത്. ആഡംബര ബൈക്കുകളടക്കം 600ഓളം ബൈക്കുകൾ പാർക്കിംഗ് ലോട്ടിൽ ഉണ്ടായിരുന്നു. 500ഓളം ബൈക്കുകൾ കത്തി നശിച്ചുവെന്നാണ് കണ്ടെത്തൽ. തീപിടുത്തത്തിൽ റെയിൽവേ പ്രാഥമിക അന്വേഷണം പൂർത്തിയാക്കി. പാർക്ക് ചെയ്തിരുന്ന ഒരു ഇരുചക്ര വാഹനത്തിൽ നിന്നും മറ്റ് വാഹനങ്ങളിലേക്ക് തീ പടർന്നതാകാം കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. തീപിടുത്തത്തിന്റെ കാരണം ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. അപകടമുണ്ടായപ്പോൾ തന്നെ ആളപായം ഒഴിവാക്കാൻ നടപടി സ്വീകരിച്ചതായി റെയിൽവേ വിശദീകരിക്കുന്നു. അതേസമയം പരിചയസമ്പന്നരായ ജീവനക്കാരെ ആയിരുന്നില്ല പാർക്കിംഗ് ലോട്ടിൽ നിയമിച്ചിരുന്നതെന്നും തീ അണയ്ക്കാനുള്ള മതിയായ ഉപകരണങ്ങളും പാർക്കിംഗ് ലോട്ടിൽ ഉണ്ടായിരുന്നില്ലെന്നും ഫയർഫോഴ്സ് കണ്ടെത്തി. അടിയന്തര സാഹചര്യങ്ങളിൽ ഉപയോഗിക്കാനുള്ള കൺട്രോൾ റൂം നമ്പറുകളും ഹെൽപ്പ് ലൈൻ നമ്പറുകളും പാർക്കിംഗ് ലോട്ടിൽ പ്രദർശിപ്പിച്ചിരുന്നില്ല. അതേസമയം സംഭവം ഡിആർഎമ്മിന്റെ നേതൃത്വത്തിൽ അന്വേഷിക്കണമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ആവശ്യപ്പെട്ടു. തൃശൂർ റെയിൽവേ സ്റ്റേഷനിലെ തീപിടുത്തം അതീവ ഗൗരവത്തോടെ കാണണമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. ന്യൂസ് 18 തൃശൂർ. പള്ളിപ്പെരുന്നാളിന് കതിര് നിറയ്ക്കുന്നതിനിടെ അപകടം. ഒരാൾ മരിച്ചു. കടാതി സ്വദേശി രവിയാണ് മരിച്ചത്. മൂവാറ്റുപുഴ കടാതി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് പള്ളിയിലാണ് അപകടമുണ്ടായത്. പെരുന്നാളിനോടനുബന്ധിച്ച് പൊട്ടിക്കുന്നതിനായി പള്ളിയുടെ തന്നെ കെട്ടിടത്തിൽ കതിര് നിറയ്ക്കുന്നതിനിടെയായിരുന്നു അപകടം. ആശുപത്രിയിൽ എത്തും മുൻപ് കാറിനുള്ളിൽ ആൺകുഞ്ഞിന് ജന്മം നൽകിയ യുവതി. കണ്ണൂർ തലശ്ശേരി സ്വദേശി അനീറ്റ മരിയ റെജിയാണ് ആശുപത്രിയിൽ എത്തുന്നതിന് മുൻപ് പ്രസവിച്ചത്. എറണാകുളം BPS ലെക്ഷോറിലെ വിദഗ്ധ സംഘം അമ്മയ്ക്കും കുഞ്ഞിനും രക്ഷകരായി. യുവതിയും കുടുംബവും ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ മുൻപിലെത്തി കാർ നിർത്തുന്നതിന് തൊട്ടു മുൻപാണ് കുഞ്ഞ് പുറത്തുവന്നത്.